ഗവർണർ സർക്കാർ പോര് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങൾ ഈ ഭാരത് മാതാ വിവാദമൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പോൾ ഗവർണറും സർവകലാശാലയും സർക്കാരും ഇത് മൂന്നും കൂടെയുള്ള ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു. വലിയ ഗുരുതരമായ തർക്കങ്ങളിലാണ് ഇപ്പോൾ സർവകലാശാലകളുള്ളത്. ഈ സർവകലാശാലകളെ ഇത്തരം തർക്കങ്ങളൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ അക്കാഡമിക് കാര്യങ്ങളെയോ അതിൻ്റെ പ്രവർത്തനത്തെയല്ലേ ബാധിക്കുന്നത്? ഒരു ശരിയായ നടപടിയാണോ, ഒരു രീതിയാണോ ഇപ്പോൾ ഈ സർക്കാരിൻ്റെയും ഗവർണറുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ഒരിക്കലുമില്ല. അതിപ്പോൾ ഗവർണറുടെയും സർക്കാരിൻ്റെയും ഉത്തരവാദിത്വം എന്ന് പറയുമ്പോൾ കൂടുതലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഇപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഒരു വശത്ത് വലിയ നിലവാരമുള്ളതാണ് എന്ന് നമ്മുടെ സർക്കാർ പറയുന്നു. ചില കണക്കുകളിൽ ഇന്ത്യയിലെ നല്ല സർവകലാശാലകളുടെ പട്ടികകളിലേക്ക് പഴയതിനേക്കാൾ വ്യത്യസ്തമായി നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളുടെ സൂചനകൾ വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജ് പോലെയുള്ള ചില കോളേജുകളുടെ പേര് വരുന്നുണ്ട്. പക്ഷേ നമുക്കറിയാവുന്നൊരു കാര്യം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിന്നും വളരെയധികം വിദ്യാർത്ഥികൾ പല കാരണങ്ങൾ കൊണ്ടും ഇന്ത്യക്ക് പുറത്തേക്ക് പഠിക്കാൻ പോകുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുറത്തേക്ക് ഒഴുകുന്ന ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒഴുകുന്ന വിദ്യാർത്ഥികളുടെ പട്ടിക എടുത്താൽ നല്ലൊരു പങ്കും കേരളത്തിൽ തന്നെയാണ് പോകുന്നത്. അതിനൊരു കാരണം നിലവിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന ചില പാളിച്ചകളാണ്. അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നൊക്കെയുള്ള ന്യായവാദങ്ങൾ ഒരു വശത്ത് സംസ്ഥാന സർക്കാർ ഉയർത്തുമ്പോഴാണ് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ചില തർക്കങ്ങളുടെ ഭാഗമായി യൂണിവേഴ്സിറ്റികളുടെ തലത്തിൽ വൈസ് ചാൻസലർമാർ, നമുക്ക് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും എടുത്ത് പരിശോധിക്കുമ്പോൾ പെർമനൻ്റായി സ്ഥിരമായി വൈസ് ചാൻസലർമാർ ഇല്ലാത്തൊരു സംവിധാനം മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഗവർണറും സർക്കാരും തമ്മിലുള്ള രാഷ്ട്രീയമായ വൈര്യം സർവകലാശാലകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, നിയമനങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ സർവീസിലേക്കുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രൊഫസർമാർ തുടങ്ങിയ നിയമനങ്ങളുടെ കാര്യത്തിൽ സർക്കാർ ഒരു മെല്ലെപ്പൊക്ക് നയം കാണുന്നു. ചുരുക്കത്തിൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം വേണ്ടത്ര ആശാവഹമല്ല. ആ പ്രശ്നത്തെ കുറച്ചുകൂടി രൂക്ഷമാക്കുകയാണ് ഗവർണർ, സംസ്ഥാന സർക്കാർ അതിനകത്ത് കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൽ തുടങ്ങിയ തർക്കമാണ് ശരിക്കും. അതായത് ഈ പറയുന്ന എന്തെങ്കിലും നിയമനമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയ പ്രശ്നം തന്നെയാണ് ഇവർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കും. അതിൽ ആദ്യം CPIയുടെ മന്ത്രിയായിട്ടുള്ള പി പ്രസാദുമായിട്ടായിരുന്നു തർക്കം. അത് കഴിഞ്ഞ് ശിവൻകുട്ടിയായിട്ടും, പിന്നെ യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യങ്ങൾ അടക്കമുള്ള സംഭവങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഇതൊക്കെ അപക്വമായിട്ടുള്ളൊരു രീതിയല്ലേ ശരിക്കും? തീർച്ചയായും ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ ഇതിനു മുമ്പുള്ള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കാലത്ത് തന്നെ തുടങ്ങിയിരുന്നു. ഇത്തരം വിഷയങ്ങൾ ഉണ്ടായാൽ അത് ബാധിക്കുക വിദ്യാഭ്യാസ രംഗത്തിനായിരിക്കും എന്നുള്ള ബോധ്യപ്പെടൽ ആദ്യം ഉണ്ടാകുന്നത് സംസ്ഥാന സർക്കാരാണ്. ഗവർണർ അങ്ങനെ അനാരോഗ്യകരമായ ഇടപെടൽ നടത്തുന്നുണ്ട് എങ്കിൽ ആ വിഷയത്തെ ജുഡീഷ്യറിയുടെ മുന്നിൽ ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ എത്രയും പെട്ടെന്ന് എത്തിച്ച് അതിനൊരു പരിഹാരം കാണുവാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. മറിച്ച് സംസ്ഥാന സർക്കാരാണ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ഗവർണറുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നതെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. പക്ഷേ ഇത് രണ്ടും ചെയ്യാതെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുടെ പേരിൽ, ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ കേരളത്തിൻ്റെ സർവകലാശാലകളുടെ പ്രവർത്തനങ്ങൾ വേണ്ടത്ര രീതിയിൽ നടക്കാതെ പോകുന്നത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. ഒന്ന്, വിദേശത്തു നിന്ന് പോലും വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്നുവെന്ന് ഒരു വശത്ത് പറയുന്ന സംസ്ഥാന സർക്കാർ തന്നെ പല കാരണങ്ങളുടെ പേരിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് കലുഷിതമാകുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗവർണറേക്കാൾ ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഈ പറയുന്ന വിദേശത്തേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ മൊത്തം പോകുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വിദേശത്തെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അതിനൊരു പ്രോത്സാഹനമാവുകയില്ലേ? കാരണം ഇവിടെ നല്ല വിദ്യാഭ്യാസത്തിനുള്ള സാധ്യതയില്ല, ഈ യൂണിവേഴ്സിറ്റികളിലെ പ്രശ്നങ്ങളാണ് നിരന്തരം. അങ്ങനെ ഒരു ചിന്ത വന്നാൽ ഈ പുറത്തു നിന്നുള്ളവരൊക്കെ പിന്നെ എങ്ങനെ ഇങ്ങോട്ട് വരും? ഈ പറയുന്ന അത് മാത്രമല്ല, ഇപ്പോൾ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം കൊണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്കാണ് ആ സർവകലാശാല വരുന്നതെങ്കിൽ അതിൻ്റെ ഗതിയും കൂടെ വളരെ ദയനീയമാവില്ലേ? അത് രണ്ട് വിഷയമുണ്ട്. ഒന്ന്, പഴയ കാലത്ത് നമ്മൾ വിദ്യാഭ്യാസം നേടിയതിന് ശേഷം തൊഴിൽ തേടിയായിരുന്നു നമ്മൾ വിദേശത്തേക്ക് പോയിരുന്നത്. അതിന് തന്നെ നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. മറിച്ച് ഇപ്പോൾ സംഭവിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾ അത്ര സാമ്പത്തിക ഭദ്രത എന്നുള്ളവരെല്ലാം നമുക്കറിയാം. അവരുടെ കയ്യിലിരിക്കുന്ന പണം, ഇല്ലെങ്കിൽ അവർ ലോൺ എടുത്ത് ഒരു വർഷം ശരാശരി ഒരു 12,000 കോടിയിലധികം രൂപ വിദേശ രാജ്യങ്ങളിൽ കുട്ടികളെ പഠിപ്പിക്കാനായി ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുന്നുണ്ടെന്ന് ബാങ്കുകളുടെ രേഖകൾ തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ ബാധ്യതയായി ഒരു വശത്ത് മാറുന്നു. വലിയ തരത്തിൽ പണം മുടക്കി കുട്ടികൾ പുറത്തുപോയി പഠിക്കേണ്ടി വരുന്നു. അവർക്കവിടെ വേണ്ടത്ര നിലവാരമുള്ള വിദ്യാഭ്യാസമാണ് കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. അവർക്കൊട്ടേറെ പ്രതിസന്ധികൾ അനുഭവിക്കേണ്ടി വരുന്നു. ഇതിൻ്റെയൊക്കെ കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിച്ചാൽ
വളരെ കൃത്യമായ തരത്തിൽ അവരുടെ റിസൾട്ടുകൾ സമയത്ത് വരാൻ കഴിയാത്തതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടാകാം. ഒന്നുമില്ലെങ്കിൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നൊരു തോന്നലുണ്ടാകാം. എന്തായാലും കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇന്ത്യക്ക് പുറത്തേക്ക് വിദ്യാഭ്യാസം തേടി പോകുന്നു എന്നൊരു ഒരു 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 പുതിയ ട്രെൻഡ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തെപ്പറ്റി മോശമായ അഭിപ്രായം മാത്രമേ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുകയുള്ളൂ. അതിന് ഊർജം പകരുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഈ സർക്കാരിൻ്റെ പ്രശ്നവും ഗവർണറുടെ പ്രശ്നവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭാരത് മാത എന്ന് പറയുന്ന ഭാരതാംബ വിവാദത്തിൽ തുടങ്ങിയതാണ്. ആർലേക്കർ വരുമ്പോൾ ഇങ്ങനെ അല്ലായിരുന്നു പ്രതീക്ഷിച്ചത്. ആരിഫ് മുഹമ്മദ് ഖാനെ യാത്ര അയക്കാൻ പോകാത്ത മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ചേർന്ന് ആർലേക്കറെ പോയി സ്വീകരിച്ചു കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈ പറയുന്ന ആർലേക്കർ ഇവിടെ വരുന്ന ഒരു മുഖ്യമന്ത്രി പോലും പ്രതീക്ഷിക്കുന്നില്ല ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന്. അതായത് ഈ വരുന്ന ഗവർണറുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പ്രതീക്ഷിക്കുന്നില്ല, LDF വിചാരിക്കുന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നം തുടങ്ങിയത് ഈ പരിസ്ഥിതി ദിനത്തിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തിയത്. എനിക്ക് തോന്നുന്നത് അതൊന്ന് ഇഗ്നോർ ചെയ്താൽ മതിയായിരുന്നു അല്ലേ? പി പ്രസാദ് ഇഗ്നോർ ചെയ്തിട്ട് അല്ല, ആ വിഷയത്തിൽ ഇപ്പോൾ ആർലേക്കർ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി വരുന്നു, RSS പ്രവർത്തകനാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പിന്നെ സമൂഹത്തിന് അപകടമുണ്ടാകാത്ത തരത്തിൽ ഗവർണറുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച് തീർക്കാനുള്ള പക്വത മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമായിരുന്നു. ഔദ്യോഗികമായ ഒരു ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം വെക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി വിയോജിപ്പുള്ളതാണ്. പ്രത്യേകിച്ച് അതൊരു പ്രത്യയശാസ്ത്രത്തിൻ്റെ, പ്രത്യേകിച്ച് RSSകാർ അവതരിപ്പിച്ചിട്ടുള്ള ഒരു പ്രതീകമെന്ന അർത്ഥത്തിലാണ് അതിനെ കേരളീയ പൊതുസമൂഹത്തിലെ പ്രത്യേകിച്ച് ഇടതുപക്ഷം കാണുന്നത്. അതുകൊണ്ട് പ്രസാദിനെ സംബന്ധിച്ചിടത്തോളം, ബഹുമാനപ്പെട്ട മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിട്ടു നിന്നത് അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സമീപനത്തിൻ്റെ ഭാഗമാണ്. എന്തായാലും ഗവർണറും മന്ത്രിസഭയും തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയമായ സങ്കുചിത ആരോപണ പ്രത്യാരോപണത്തിൽ കുടുങ്ങിപ്പോയാൽ അത് ഇപ്പോൾ കാണുന്നത് പോലെ ഉന്നത വിദ്യാഭ്യാസ രംഗം മാത്രമല്ല, അത് ദൈനംദിന സർക്കാർ സമീപനങ്ങളിൽ തന്നെ ചില പാളിച്ചകൾ ഉണ്ടാകും. ഇത്തരം സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള പക്വത ഉയർന്ന പ്രായം കൊണ്ടും പരിചയം കൊണ്ടും രാഷ്ട്രീയ ബോധമുള്ള നമ്മുടെ ഉന്നത ശ്രേണിയിൽപ്പെട്ട ഗവർണറിൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും ക്യാബിനറ്റ് മന്ത്രിമാരിൽ നിന്നൊക്കെ ഉണ്ടാകേണ്ടതാണ്. എന്നാൽ അങ്ങനെയൊന്നും അല്ല സംഭവിക്കുന്നത്. അതൊക്കെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായ വാർത്തകളായിരിക്കും പുറത്തേക്ക് കൊടുക്കുന്നത്. എന്തായാലും ഗവർണർ തർക്കം കോടതി വരെ എത്തിയതാണ്, സുപ്രീം കോടതിയിൽ വരെ പോയ ഒരു പ്രശ്നമാണ്. പക്ഷേ ഇനിയും അങ്ങനെ ഒരു ആർലേക്കറിൻ്റെ കാര്യത്തിനകത്തും സംസ്ഥാന സർക്കാരിന് വീണ്ടും കോടതിയെ തന്നെ സമീപിക്കേണ്ടി വരുമോ? തീർച്ചയായും. ഇപ്പോൾ ഹൈക്കോടതിയുടെ തന്നെ ചിലൊരു പരാമർശം വന്നു, ഭാരതാംബ അവതരിപ്പിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു. അതുകൊണ്ട് സ്വാഭാവികമായും സംസ്ഥാന സർക്കാർ അത് സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സുപ്രീം കോടതിയിൽ പോയാലും പോയില്ലെങ്കിലും സംസ്ഥാനത്ത് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിന് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് താമസം ഉണ്ടാക്കാൻ കാരണമാകുമെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗവർണറും മന്ത്രിസഭയും തമ്മിലുള്ള സംഘർഷമാണ് എന്ന് പുറത്തു പറയാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.